ഹലോ നമസ്കാരം. എത്രയും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇല്ലിക്കൽ കല്ല് എത്തി നിൽക്കുകയാണ്. ഇല്ലിക്കൽ കല്ല് താഴെ KSRTC ബസ്സിൽ വന്നിറങ്ങി അവിടെ നിന്ന് ജീപ്പിൽ മുകളിലെത്തി ഹിൽ ടോപ്പിലേക്ക് നടക്കുകയാണ്. അപ്പോൾ ഗംഭീര കാഴ്ചയാണ്. ഇല്ലിക്കൽ കല്ലിലുള്ള കാഴ്ചകൾ തുടരുന്നതാണ്. ഓക്കെ, ബായ്. ഹലോ നമസ്കാരം. കാഴ്ചകൾ തുടരുകയാണ്. ഇല്ലിക്കൽ കല്ല് നമ്മുടെ യാത്രികർ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കയറ്റമൊന്നും ഒന്നുമല്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ടാണ് നമ്മുടെ യാത്രികർ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി ക്ഷീണിച്ചാൽ ഒക്കുകയില്ല. ഇനിയും മുകളിലോട്ട് കയറി പോകാനുണ്ട്. ഓക്കെ, ബായ്. ഹലോ, ഇല്ലിക്കൽ കല്ല് വ്യൂ പോയിന്റിലെ കാഴ്ചകളാണ്. ഇവിടെ ഇറങ്ങി നിന്ന് കാണാനുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതാ കാണുന്നു സാക്ഷാൽ ഇല്ലിക്കക്കല്ല്. ഇനി കുറേ കൂടി മുകളിലേക്ക് പോകാനുണ്ട്. മുകളിൽ നിന്നുള്ള കാഴ്ചകൾ തുടർന്ന് കാണാവുന്നതാണ്. ഓക്കെ, ബായ്. ഹലോ നമസ്കാരം സുഹൃത്തുക്കളെ. അങ്ങനെ കൊടും കയറ്റം കയറി ടോപ്പിലെത്തി ഇല്ലിക്കൽ കല്ല്. പക്ഷേ കുഴപ്പമില്ല, അതിന് നഷ്ടമില്ല. അതാ ഇല്ലിക്കൽ കല്ല് നേർക്ക് നേരെ കാണുന്നു. ആണ് ഇല്ലിക്കൽ കല്ല്. ഇല്ലിക്കൽ കല്ലിലേക്ക് പോകാനുള്ള വഴി, ഈ വഴി ഇവിടെ വരെ ഉള്ളൂ. മുന്നാലെ ഈ ഒരു ചെറിയ വഴി പോലെ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അതിപ്പോൾ നരകപ്പാലം എന്നൊക്കെയാണ് പറയുന്നത്. കുറേ അപകടങ്ങളൊക്കെ അവിടെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ അങ്ങോട്ടുള്ള പ്രവേശനം ഇല്ല. അപ്പോൾ നല്ല അധ്വാനമാണ് ഇവിടം വരെ എത്താൻ. പക്ഷേ എത്തിക്കഴിഞ്ഞാൽ ഉള്ള കാഴ്ച അവിസ്മരണീയമെന്നേ പറയേണ്ടൂ. അപ്പോൾ കാഴ്ചകൾ തുടരും. ഓക്കെ, ബായ്. സുഹൃത്തുക്കളെ, ഇതാണ് ഇല്ലിക്കൽ കല്ലിലെ കാഴ്ചകൾ. നമ്മുടെ സഹയാത്രികർ എത്തിയിട്ടില്ല, വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇവിടെ മറ്റ് യാത്രികർ ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുക്കുന്ന തിരക്കിലാണ്. എങ്ങോട്ട് തിരിഞ്ഞാലും നല്ല ഫ്രെയിമാണ്. ഓക്കെ, ബായ്. ഹലോ നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ. ഇല്ലിക്കൽ കല്ല് തന്നെയാണ്. ഇവിടെ ഇങ്ങനെയുള്ള ചില വഴികളും ഉണ്ട്. ഇങ്ങനെ ഒറ്റയടി പാതയിലൂടെ നടക്കാം. അതാണ് ഇല്ലിക്കൽ കല്ല്. അങ്ങനെ ഇല്ലിക്കൽ കല്ലിലെ കാഴ്ചകൾ തുടരുന്നു. ഇല്ലിക്കൽ
ഇല്ലിക്കൽ കല്ലിലെ ഒറ്റയടിപ്പാതകൾ. നടക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഒരുതരം ഉരുളൻ കല്ലുകൾ ഉണ്ട്. സ്ലിപ്പ് ചെയ്ത് വീഴാനുള്ള സാധ്യത ഉണ്ട്. പക്ഷേ കാഴ്ചകൾ അതിഗംഭീരം, അനുപമം എന്നേ പറയാവതുള്ളൂ. ഇന്ന് മിസ്റ്റ് കുറച്ച് കുറവാണ്. അപ്പോൾ ഓരോ സമയത്തും ഈ ഭാഗങ്ങളിൽ വന്നു കഴിഞ്ഞാൽ ഓരോ തരത്തിലുള്ള കാഴ്ചകളാണ്. മിസ്റ്റ് എന്ന് പറയുമ്പോൾ അത് വേറൊരു ഭംഗിയാണ്. മിസ്റ്റില്ലാത്ത ഇപ്പോഴത്തെ ക്ലിയറായിട്ടുള്ള കാലാവസ്ഥ അത് വേറൊരു കാഴ്ചയാണ്. അന്നേരം വിഷ്വലുകൾ വളരെ ക്ലിയറായിരിക്കും. മിസ്റ്റിന് വേറൊരു ഭംഗിയാണ്. അപ്പോൾ ഇല്ലിക്കല്ലിൻ്റെ വേറൊരു വീക്ഷണകോണിലൂടെ ഉള്ള കാഴ്ചയാണ് കാണുന്നത്. പ്രകൃതി അനുഗ്രഹിച്ച സ്ഥലം തന്നെയാണ്, പറയാതിരിക്കാൻ നിവൃത്തിയില്ല. പ്രിയ സുഹൃത്തുക്കളെ, ഇല്ലിക്കൽ കല്ലിലെ അനുപമമായ കാഴ്ചകളിലൂടെയാണ് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തോന്നും വഴിയില്ലല്ലോ എന്ന്. പക്ഷേ ഇല്ല എന്ന് തോന്നും, പക്ഷേ ഉണ്ട്. വഴി കണ്ടെത്തി പോകണമെന്ന് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ എത്രയെങ്കിലും ദൂരം മുന്നോട്ട് നടക്കുവാനുണ്ട് വേണമെങ്കിൽ. പക്ഷേ ഞാൻ ഇനി അധികം മുന്നോട്ട് പോകുന്നില്ല. പേടിച്ചിട്ടൊന്നുമല്ല, നമ്മുടെ യാത്രികർ അവിടെ നിൽക്കുന്നേ ഉള്ളൂ. അവരെ നമ്മൾ ബുദ്ധിമുട്ടിലാക്കരുതല്ലോ. അതുകൊണ്ട് ഞാൻ തിരിച്ച് പോകാമെന്ന് വിചാരിക്കുകയാണ്. പക്ഷേ ഇവിടെയുള്ള കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ അത് വിട്ടിട്ട് നമുക്ക് പോകാനും തോന്നുകയില്ല എന്നുള്ളതാണ് ഒരു സത്യം. എങ്കിലും നമ്മളെ നോക്കി ആളുകൾ ബുദ്ധിമുട്ടുക എന്ന് പറഞ്ഞാൽ അതും ഒരു ശരിയല്ല. ആയതുകൊണ്ട് തൽക്കാലം അനുപമമായ, അതിഗംഭീരമായ, അതിസുന്ദരമായ കാഴ്ചകളാണെങ്കിൽ പോലും നമ്മൾ തൽക്കാലം തിരിച്ചു പോകാൻ തന്നെയാണ് വിചാരിച്ചിരിക്കുന്നത്. ഇല്ലിക്കൽ കല്ല് വീണ്ടും കാണാം. അത് ഇനിയും ഒരു വീക്ഷണകോണിൽ. അങ്ങനെ ഓരോ വീക്ഷണകോണിലും അതിൻ്റെ ഷേപ്പ് മാറിക്കൊണ്ടിരിക്കും. അതാണ് ഇല്ലിക്കൽ കല്ല്. ഓക്കെ, ബായ് സുഹൃത്തുക്കളെ. ഇല്ലിക്കൽ കല്ലിൽ നിന്നും ശ്രീകുമാർ ശ്രീധരക്കുറുപ്പ്.